യേശുവിൽ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈശോ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്നു, പരിഗണിക്കുന്നു, സ്നേഹിക്കുന്നു. വ്യവസ്ഥകളില്ലാതെയാണ്, അളവുകളില്ലാതെയാണ് അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നത്. അവിടുന്ന് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാൾ അവിടുത്തെ ഒറ്റിക്കൊടുത്തു, ഒരാൾ തള്ളിപ്പറഞ്ഞു, ഒരാൾ കുരിശിൻ്റെ കീഴിൽ നിന്നു, പലരും പീഡാനുഭവ സമയത്ത് ഓടിക്കളഞ്ഞു. അതെല്ലാം മുൻകൂട്ടി കണ്ട് എല്ലാവരെയും അവിടുന്ന് ഒരുപോലെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തു. എല്ലാവരുടെയും പാദങ്ങൾ കഴുകി ചുംബിച്ചു, എല്ലാവർക്കും ബലിയായി മാറി. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുന്നു. ആ പിതാവായ ദൈവത്തിൻ്റെ മക്കളായ നമ്മളും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈശോയെ പോലെ പരസ്പരം സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ, പരിഗണിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. വ്യവസ്ഥകളില്ലാതെ, മുഖം നോക്കാതെ എല്ലാവരെയും ഒരേപോലെ സഹോദരീ സഹോദരമായി പരിഗണിക്കുവാൻ, സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. ആദിമ ക്രൈസ്തവ സമൂഹം അങ്ങനെ കരുതിയിരുന്നെങ്കിലും ഇടയ്ക്ക് വ്യത്യാസങ്ങൾ വന്നപ്പോൾ യാക്കോബ് ശ്ലീഹ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മോടിയായ വസ്ത്രം ധരിക്കുന്നവനെ നിങ്ങൾ സ്വീകരിക്കുന്നു, അവനെ ഇരുത്തുന്നു, പാവപ്പെട്ടവൻ കടന്നു വരുമ്പോൾ അവനെ അവഗണിക്കുന്നു, അത് ശരിയല്ല എന്ന്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും പരിഗണിക്കാനും സാധിക്കുന്ന മനോഭാവം ഉണ്ടാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.